ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഒന്ന് നാട്ടിൽ പോയിരുന്നു. ഓണമൊക്കെ അല്ലേ, നമ്മുടെ മഹാബലി തമ്പുരാൻ വരുമ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ട് വരാമെന്ന് ഞാനും വിചാരിച്ച് ഒന്ന് നാട്ടിൽ പോയിരുന്നു. നോക്കുമ്പോൾ സീൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സീന്, പ്രശ്നത്തോട് പ്രശ്നം. ഒരു ഭാഗത്ത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ, അയാളെ പുറത്തിറങ്ങാൻ പറ്റില്ല, ഏടെ കണ്ടാലും കാലിൻ്റെ മുട്ട് തച്ചടിക്കുന്ന പറഞ്ഞിട്ട് BJP സാട്ടന്മാർ. ഒരു ഭാഗത്ത് നമ്മുടെ ഭരണപക്ഷത്തുള്ളവർ, ഒരു ഭാഗത്ത് എല്ലാവരും ഫുള്ള് സീന്. പാവപ്പെട്ട രാഹുൽ അങ്ങനെ മുങ്ങിയും പൊന്തിയൊക്കെ നടക്കുന്നു ഒരു ഭാഗത്ത്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ 2K ഗാങ്സ്, 2K ഫുണ്ടാസ് വളരെ അസ്വസ്ഥരാണ്. കാരണം ഇപ്പോൾ പിണറായി സർക്കാർ വളരെ ടൈറ്റാക്കിയിട്ട്, സ്ട്രിക്റ്റാക്കിയിട്ട്, പരക്കപ്പിടുത്തായിട്ട് ഇവർക്കൊന്നും, എല്ലാവരും അല്ലേ, അത് ഉപയോഗിക്കുന്നവരെ മാത്രമാണ്, സാധനം കിട്ടുന്നില്ല. ദ പവർ ഗ്യാങ് സാധനം കിട്ടുന്നില്ല ഗൈസ്, അസ്വസ്ഥരാണ്. അതിൻ്റെ ഫുൾ പിടുത്തം എല്ലാ ഭാഗത്തും നടന്നു പോകുന്നവനെയും വണ്ടി പോകുന്നവനെയും എല്ലാം ഓടിയിട്ടും കിടന്നിട്ട് ചാടിയിട്ടെല്ലാം. കേരള പോലീസ് പിന്നെ അടിപൊളിയാണല്ലോ. പ്രശ്നം സീനായിക്കന്നെ പിന്നെ വിടൂല. എവിടുന്നാ കൊണ്ടുവരുന്ന നൈജീരിയക്കാരനെ ബാംഗ്ലൂർ ചെന്നിട്ട് പിടുത്തോ, ഉറവിടത്തിൽ കയറി പിടുത്തോ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, എവിടെയും സാധനമുള്ള അടുത്തേക്ക് പോലീസ് എത്തി പിടിക്കാണ്. വെരി ഗുഡ്, വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. പോലീസുകാർ വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ട് ദ ഡ്രഗ് ട്രാഫിക്കിംഗ് ഹാസ് ബീൻ കൺട്രോൾഡ് വെരി മച്ച്. എന്നാലും ലോക്കൽ മാർക്കറ്റിൽ സാധനം കിട്ടുന്നുണ്ട്, പക്ഷേ പഴയ ഗുണനിലവാരം ഇല്ല എന്നാണ് 2K ഫണ്ടുകളുടെ പരാതി. ആരൊക്കെയോ അതിൻ്റെ കോമഡി കേട്ട് ആരൊക്കെയോ നമ്മുടെ ഈ സാധനം എന്താ പേര്, ഈ ഉപയോഗിക്കുന്ന മെത്താന്ന് പറഞ്ഞിട്ട് നമ്മളെ പുട്ടുപൊടിയൊക്കെ പൊടിച്ച് നൈസാക്കിയിട്ട് കവറിലാക്കിയിട്ട് സാധനം ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പൈസ എല്ലാം വാങ്ങിയിട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ പറയുക, സാറേ നമുക്ക് ഇന്ന് സാധനം തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക്, ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ പാവപ്പെട്ട 2K ഫുണ്ടകളെ ഊക്കാൻ വേണ്ടി പഴയ നമ്മുടെ 90s ഗാങ്ങൊക്കെ തട്ടിപ്പോയിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് വേറൊരു പരാതി കേൾക്കുന്നത് കേട്ടു. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ പോലീസുകാരുടെ അതിക്രമം അത് കുറച്ച് കൂടിപ്പോയി. അത് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തണമല്ലോ. പോലീസുകാർ അടി എന്ന് വെച്ചാൽ അതേതാ അടി കിട്ടിയത്, അടിച്ച് കണ്ണ് പൊന്നീച്ച വാരച്ചാലിന്. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. CCTV footage from a police station went viral on social media. The video shows police officers physically assaulting restaurant employees inside the station. The incident reportedly took place in May 2023. The footage was released by Thrissur businessman KP Usef, managing director of Lali's Group, which obtained it under the RTI Act. According to reports, the case began with a clash involving a man from Palakkad and workers at a restaurant in Pattikad. Acting on his complaint, the SI summoned the restaurant manager and another employee and then assaulted them. The CCTV clip shows Ronnie being slapped in the SI's cabin while another officer beat the second employee. Usef alleges that when he and his son Paul Joseph reached the station, police confined Paul to the lockup along with the hotel staff and pressured him to settle the matter. He further claims that the SI, Ratish, threatened to shut down his business and file false cases, while civil police officer Mahesh and SI Jayesh also joined in the custodial violence. Eventually, a compromise was struck with 5 lakh rupees paid to the complainants, who later withdrew their case. Though he was arrested, he quickly secured bail and the bribe money was never recovered. After a long legal fight, Usep obtained the CCTV footage in August 2024, following orders from the Kerala State RTI Commission, despite earlier denials, citing women protection and Maoist reasons. Meanwhile, Congress and the BJP കണ്ടില്ലേ? അപ്പോൾ
എന്തോ റെസ്റ്റോറൻറ്റിൽ എന്തോ പ്രശ്നമാണ്. റെസ്റ്റോറൻറ്റിൽ പിന്നെ ചിക്കൻ കറിക്ക് ടേസ്റ്റ് ഇല്ല എന്നാരോ കംപ്ലയിൻറ്റ് ചെയ്യുമോ, അന്നേരം ഈ റെസ്റ്റോറൻറ്റിലെ മാനേജറും ആടുള്ള ആളെല്ലാം ഈ ചിക്കൻ കറി തിന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് വാരിക്കൊടുത്താറ്റാ. ഇതൊരു ചെറിയ കേസാണ്, എന്തോ ആട്ടെ. അപ്പോൾ ഈ പോലീസുകാർ അടിക്കണം. അങ്ങനെ ഒരിക്കലും പോലീസുകാരെ കുറ്റം പറയില്ല ഫുള്ളായിട്ട്. കാരണം അവരെ ആ വർക്കിൻ്റെ പ്രഷർ നമുക്ക് ശരിക്കും ചിന്തിച്ച് നോക്കിയാലേ മനസ്സിലാവും. അവർ രാവിലെ മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ കേട്ട്, പരാതി കേട്ട്, അത് കേട്ട് ഇത് കേട്ട് ഇങ്ങനെ തല ചൂടായിട്ട് ഉണ്ടാകാൻ പ്രശ്നങ്ങൾ മാത്രമല്ല അവർ കേൾക്കുന്നുള്ളൂ. ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും പലപ്പോഴും ആൾക്കാർ വിളിക്കുമായിരിക്കും, സാർ എൻ്റെ കല്യാണമാണ്, സാർ വരണം എന്നിട്ട്. അങ്ങനെയൊന്നുമല്ല, സ്റ്റേഷനിൽ മൊത്തം പ്രശ്നങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അവർ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇതിനുള്ള മെൻ്റൽ കോച്ചിങ് കൊടുത്തിട്ടാണ് അവരെ വിട്ടിട്ടുണ്ടാകുക. ട്രെയിനിങ്ങിൽ അപാകത ഒരുപാടുണ്ട്. എന്നിരുന്നാലും അവരുടെ പണിയുടെ തീവ്രത വെച്ചിട്ട് അടിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ആരെ അടിക്കണം, അതാണ് ക്വസ്റ്റ്യൻ. എന്തിനടിക്കണം? നമ്മുടെ ഈ ഒരു കേസിൽ കണ്ടത് ഈ പോലീസുകാരൻ SI മഹേഷോ ജയേഷോ പേരെന്തെങ്കിലും ആയിക്കോട്ടെ, XYZ, നമ്മളാരെയും പേഴ്സണലായിട്ടൊന്നും പറയാൻ നമ്മൾ ആളല്ല. കാരണം അയാൾ എന്തിലൂടെ കടന്നു പോകുന്നത് അയാൾക്ക് മാത്രമേ അറിയൂ. അയാളെ കൗൺസിലിംഗ് ചെയ്ത് ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കിയാൽ മാത്രമേ എന്തുകൊണ്ടാണ് അങ്ങനെ അടിച്ച് കണ്ണ് കലക്കാൻ മാത്രമുള്ള അടിയാണ്ടിരിക്കുന്ന ഒന്നിപ്പുറം കൊടുത്തിരിപ്പുറം നിൽക്കുമ്പോൾ ഇപ്പുറം. ശരിക്കും പറയാന്ന് വെച്ചാൽ ഈ SIനെ നമ്മൾ പിന്നെ ഇയാളെ ഒളിമ്പിക്സിൽ മൊത്തിക്കടി മത്സരം ഉണ്ടെങ്കിൽ അയച്ചു കൊടുത്താൽ മതി. നമ്മളെ കഴിവുള്ള ആൾക്കാരെ നമ്മളങ്ങനെ പിന്നെ സമൂഹം അംഗീകരിക്കാതിരിക്കുന്നത്. അപ്പോൾ അതിൽ സ്വർണ്ണ മെഡലൊക്കെ നേടിയിട്ട് വരാൻ കഴിവുള്ള ഒരാളാണ്. അടിയുടെ പവർ കണ്ടറിയാം. ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞിട്ട് പൊന്നീച്ചല്ല, ഈ ചെവിൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട്, ഇയർ ഡ്രമ്മിൻ്റെ ഉള്ളിൽ കോക്ലിയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സാധനം ചിന്നി ചതറിയിട്ടുണ്ടാവും. അതൊന്നും കൊള്ളൂരനി അമ്മാരി അടിച്ചത്. അപ്പോൾ സാറന്മാരോട് പറയാനുള്ളത്, പോലീസ് ഏമാന്മാരോട് പറയാനുള്ളത്, അടിക്കണം. പക്ഷെ അത് ആരെയും അടിക്കണ്ടേന്നുള്ളൊരു ക്രൈറ്റീരിയ കൊണ്ടുവരണം നിങ്ങൾ. ഇപ്പോൾ ഒരു മാല തട്ടിപ്പറി കേസ്, ഒരു ലേഡിയുടെ കഴുത്തു നിന്ന് മാല തട്ടിപ്പറിച്ചു, അല്ലെങ്കിൽ കുട്ടികളെ അഗെയിൻസ്റ്റ് ചൈൽഡ് അബ്യൂസ് പോക്സോ കേസിൽ കൊണ്ടുവരുന്നവരെ, അതുപോലെ ലേഡീസിനെ ഉപദ്രവിക്കുന്ന നമ്മുടെ മൊളസ്റ്റേഷൻ അഗെയിൻസ്റ്റ് ലേഡീസ്, ഇങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ അടിച്ചോ. നിങ്ങൾ അടിച്ച് കണ്ണും കലക്കിക്കോ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡപ്പാങ്കുത്തെല്ലാം അടിച്ച് പൊട്ടിച്ചേക്ക്. ഇപ്പം തെറ്റില്ല, അത് വേണം. ഇന്നത്തെ സമൂഹത്തിന് അടി കൊള്ളാണ്ട് പറ്റില്ല. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഞാൻ പറയാമെന്ന് വെച്ചാൽ അടിയുടെ ഒരു കുറവ് വളരെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും അല്ല, നേരത്തെ പറഞ്ഞ കേസുകളിൽ. അപ്പോൾ ഇതിപ്പോൾ ഒരു ഹോട്ടലിൽ എന്തോ ഒരു ചെറിയ തർക്കത്തിനൊക്കെ ഇങ്ങനെ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കൊലപാതകമൊക്കെ കിട്ടിയാൽ ഇയാൾ എന്താ ചെയ്യുക? പോലീസുകാർ എന്താ ചെയ്യുക? അടിച്ചു കൊല്ലൂലേ? ഇതിൽ പ്രശ്നം വേറെയാണ്. ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള റീസൺ വേറെയാണ്. ഞാൻ പറഞ്ഞില്ല, അതിലേക്കാണ് വരുന്നത്. അപ്പോൾ അടിച്ചത് പോട്ട്, അടിച്ച് കണ്ണ് കലക്കിയിട്ട് ഈ റെസ്റ്റോറൻറ്റ് ഓണറെ വിളിച്ചിട്ട് അയാളെ അടിക്കണം എന്നിട്ട് നിന്ന് പോലും. അങ്ങനെ ലാസ്റ്റ് എല്ലാം കൂടി ചുരുക്കി പറയാമെന്ന് വെച്ചാൽ ഗാന്ധിജിയാണ് വിഷയം. ഗാന്ധി 5 ലക്ഷം വരെ എണ്ണും. ഞാൻ എണ്ണെന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണും. അപ്പോൾ എണ്ണാൻ താല്പര്യമുള്ള പോലീസുകാരാണ്. അപ്പോൾ ചില്ലറ എണ്ണമൊന്നല്ല. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്, നമ്മളെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ, ബൈക്കെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ 500, 1000, ചെറിയ ചെറിയ അടിപിടി കേസിലാണെങ്കിൽ 5000, 10,000 അപ്പുറം ഇപ്പുറം കോംപ്രമൈസ് ആക്കല. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പൊറോട്ട കേസിന് 5 ലക്ഷം റുപ്യാണ് കള്ള ബടുവകൾ പറഞ്ഞത്. ഇവരല്ലേ വേറെ എന്തിനാ ശമ്പളം കൊടുക്കുന്നത്? പിന്നെ ഇതിനെ ഗവൺമെൻറ് ഒരു കേസ് ഒതുക്കാൻ 5 ലക്ഷം റുപ്യ പറയുന്നത്, ഇപ്പോൾ മേടിച്ചത്. അതുപോട്ട് എന്തെങ്കിലും അത്രയും തീവ്രമായ ഒരു കേസോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒരാൾക്ക് വലിയ നഷ്ടം ഉണ്ടായിട്ട് അതിനൊക്കെ നഷ്ടപരിഹാരം കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നും എതിർ പാർട്ടി തൊടാൻ പോലും കിട്ടില്ല ഈ പൈസയൊന്നും. ഇതെല്ലാം ഇവർക്ക് പുട്ടടിക്കാനും പിന്നെ അത്യാവശ്യം ഇത് മിനറൽ വാട്ടർ വെള്ളമടിക്കാനൊക്കെയാണ് ഈ പൈസ. തോന്നിവാസം എന്നല്ലാണ്ട് എന്തെന്ന് പറയേണ്ടത്. ഇപ്പം നമ്മൾ നമ്മുടെ വിനീതമായ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ശക്തമായ നടപടി എടുക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇവരെല്ലാം സസ്പെൻഡ് ചെയ്തിട്ട് മോശം. സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം വന്നിട്ട് ഈ 5 ലക്ഷം വാങ്ങിയിട്ട് ഇതെടുത്തല്ലോ നമ്മുടെ CCTVയിൽ ഇപ്പോൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്തില്ലേ, അയാളെ കാര്യം പോക്കാം. ഇവനൊന്നല്ല, ഈ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസുകാരല്ല, ഓന് വേറെ ആളെ വെച്ചിട്ട് ഇയാളെ ആയിരിക്കില്ല, അയാളെ കുടുംബത്തിലെല്ലാത്തിനും ഈ പേരിൽ പലതരത്തിലുള്ള കേസുകൾ തെളിയുന്നതും തെളിവുണ്ടാക്കാനൊക്കെ പോലീസുകാർക്ക് അറിയുന്ന പോലെ ലോകത്ത് ആർക്കും അറിയില്ല. ഒരുപാട് തെളിവുകൾ വരും.
ഇപ്പോൾ ഇതൊരു ചെറിയൊരു പോലീസ് കേസ് മാത്രമാണ്. ഇപ്പോൾ പലതരത്തിലുള്ള കേസുകൾ ഈ CCTVയുടെ ആളെക്കെതിരെയും അയാളെ കുടുംബക്കാർക്കെതിരെയും ഭാവിയിൽ ആകെ കിട്ടും. ഓക്കെ. പിന്നെ ഈ അടി, ഈ പോലീസുകാരെ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ, വിനീതമായ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് അടിക്കുള്ള മരുന്ന് ഇപ്പോൾ ഒരു നിരപരാധിയാണ് ഈ അടി കിട്ടിയതെങ്കിൽ ഞാൻ ഇതിൻ്റെ വേറൊരു വശം പറയാം. ഈ പോലീസുകാരന് അറിയില്ല, ആളറിയില്ല, മാനേജർ അറിയില്ല. ആ മാനേജർ ആ ഏരിയയിലെ നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും ഒരു ജോയിൻറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കണം. അതോടെ തീരും പോലീസുകാരൻ്റെ കയപ്പ്. ഈ അടി കൊടുക്കുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ, അതുപോലെ തന്നെ അടി ഇങ്ങോട്ട് കിട്ടിയിട്ട് കണ്ണ് കലങ്ങുമ്പോഴുള്ള ആ ഒരു സുഖം അതറിയണമെങ്കിൽ അതിനെല്ലാം നമ്മൾ പറയില്ലേ, ചിലതിന് ചില ആൾക്കാരനെ വേണം, അതിനൊക്കെ സഹാക്കള വെസ്റ്റ്. അത് വന്നിട്ട് അതുപോലെ തന്നെ അടിച്ച് കണ്ണങ്ങ് കലക്കി കഴിഞ്ഞാൽ തീരും. മനസ്സിലായില്ലേ? ഇതിനല്ലാതെ നമ്മൾ കുറേ കേസും കുഞ്ഞായ്മയും പറഞ്ഞു കഴിഞ്ഞാൽ കാലം പോകെ ഇതുണ്ടോ. ഞാൻ പറഞ്ഞ പോലെ 5 കൊല്ലോ 10 കൊല്ലം വരെ കേസ് നടത്തിയിട്ട് ലാസ്റ്റ് പോലീസുകാരൻ്റെ കൈ അറിയാണ്ട് മുഖത്ത് കൊണ്ടുപോയതാണ്. CCTV AI എന്ന് പറയും. നല്ലൊരു വക്കീലിനടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ CCTV പ്രവർത്തിച്ചത് AI മോഡിലിട്ടിട്ട് പാവപ്പെട്ട പോലീസുകാരൻ്റെ കൈ അറിയാതെ മറ്റവൻ്റെ മുഖത്ത് ഒന്നിങ്ങനെ തട്ടിയപ്പോൾ ഒന്ന് ഇപ്പുറം തട്ടിയപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാണ്ടായി പോകും. അപ്പോൾ ഇതിനൊക്കെയുള്ള മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ്, ഇതിനൊക്കെയുള്ള മരുന്ന് സഖാവാണ് ഇതിനുള്ള മരുന്ന്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് ഇവന്മാരെയൊക്കെ ഡിസ്മിസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. ഇവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ഇവരൊക്കെ നല്ല കൈക്കരുത്തുള്ള ആൾക്കാരല്ലേ. ഇവർക്ക് ഈ പറഞ്ഞ പോലെ അടി മത്സരത്തിനും മറ്റേ പഞ്ചഗുസ്തിക്കെല്ലാം പോയി കഴിഞ്ഞാൽ ഫസ്റ്റൊക്കെ അടിച്ച് നല്ലൊരു നിലയിലെത്താൻ പറ്റും. പോലീസ് എന്ന് പറഞ്ഞാൽ വെറും അടിപിടിയൊന്നുമല്ലപ്പം. അവരതിൻ്റേതായ ജനങ്ങളെ നമ്മൾ പറയുന്നില്ലേ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ ആയിരിക്കണം. എല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സേവന മനോഭാവം വേണം ഇതിൽ. ജനമൈത്രി എന്നെല്ലാം പറഞ്ഞിട്ട് ജനമൈ മാത്രമേ ഉള്ളൂ, ത്രീയില്ല. അപ്പോൾ ഇമാതിരി മൈത്താണ്ടികളെല്ലാം അടിച്ച് പുറത്താക്കി തന്നെ ചെയ്യണം. അതാണ് പോലീസുകാരുടെ കേസിലുള്ള എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം. പിന്നെ നമ്മുടെ രണ്ടാമത്തെ വിഷയം എടുത്തോ, രാഹുൽ. ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തിൽ. ഞാൻ ആ വിഷയത്തെപ്പറ്റി വിശദമായി പഠിച്ചപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന പ്രഹസനം അങ്ങനെ തന്നെ പറയേണ്ടിയിരുന്നു. ഞാൻ രാഹുലിനും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നതല്ല, തെറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ കാണുന്ന പ്രഹസനം കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. രാഹുലാണോ ആദ്യമായി ഒരു രാഷ്ട്രീയക്കാരൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നത്? സ്നേഹമുള്ളിടത്ത് അടിയുണ്ടാവും. സ്നേഹിച്ചിട്ട് ചിലപ്പോൾ ഇന്നത്തെ കാലമാണ്, ബ്രേക്കപ്പ് ആയതാണ്, വേറെ വിഷയമൊന്നുമല്ലേ. ചുരുക്കി പറയാൻ വെച്ചതാണ്. മനസ്സിലായില്ലേ? മറ്റേ ഈ അബോർഷനും കാര്യങ്ങളെല്ലാം ആർക്കറിയാം ഇതെല്ലാം ഉള്ളതോ ഇല്ലാത്തതെന്നല്ലോ. പറയാൻ എന്തെങ്കിലും ചിലവുണ്ടാകും. അവൾ പറഞ്ഞു ഞാൻ അബോട്ടാക്കിയെന്ന് പറഞ്ഞാൽ അബോട്ടാക്കി, തെളിവുണ്ടോ ഇല്ല എന്നുള്ളത് കാണാം. പക്ഷേ എന്തായാലും ഇത് ധാർമ്മികമായിട്ട് പറയുന്ന വശാടെ നിൽക്കട്ടെ. ധാർമ്മികത പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. ധാർമ്മികത പറയുകയാണെങ്കിൽ നമ്മുടെ സിനിമാ നടൻ മുകേഷ് ഇടങ്ങാറാക്കി എന്നുള്ളത് ഒരുപാട് പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറൊരാൾ, ഒരു പഴയ സെക്രട്ടറി പറയുമ്പോൾ നമ്മളൊക്കെ തുറന്ന് പറയാന്ന് വെച്ചാൽ നമ്മളെ കമ്മ്യൂണിസ്റ്റ് ഉള്ളതിൽ വെച്ചിട്ട് ബെസ്റ്റ് അവർ തന്നെയാണ് ഇപ്പോൾ ഉള്ളതിൽ. അപ്പോൾ തെറ്റുകളും പോരായ്മകളൊക്കെ ഉണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ ഇതിൻ്റെ മുന്നേ ഉണ്ടായപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, നിലപാട് എന്താണ്? നമുക്ക് കോടതി തെളിയട്ടെ, തെളിഞ്ഞ് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ള കാര്യം പറയാം. എല്ലാ കേസിലും അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. കോടതി തെളിയട്ടെ, കോടതി വിധിക്കട്ടെ, എന്നിട്ട് പുറത്താക്കിയോ പിടിക്കുകയോ എന്താ വേണ്ട ചെയ്യാം. പക്ഷേ ഈ ചെറിയൊരു വിഷയം രണ്ടാൾ തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂ അത്രയേ ഉള്ളൂ. രാഹുലും ആ പെൺകുട്ടിയും ഒന്ന് സ്നേഹിച്ചതാണ്, അല്ലെങ്കിൽ അവരൊന്ന് ലവ് ചെയ്തതാണ്. ഇതെല്ലാമാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? ഓനെ പുറത്തിറക്കൂല, ഓൻ്റെ കൈയും കാലും തല്ലിയൊടിക്കും, എന്തിനാണ്? ഇതാണോ വിഷയം? അതൊരിക്കലും എനിക്ക് പേഴ്സണലി പറയാൻ പറ്റില്ല. കാരണം പെൺകുട്ടി പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും അവൾ ക്യാരിയിങ് ആയിരുന്നിരുന്നെങ്കിൽ തന്നെ അവർ രണ്ടുപേരും കൂടിയിട്ട് ചെയ്തു വെച്ചല്ലേ. അല്ലാണ്ട് രാഹുൽ കമ്പ്യൂട്ടറിൽ ഇത് കൊടുത്താണോ ഇവളെ നശിപ്പിച്ചേക്കുന്നതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുത്തതെന്നല്ലോ. അവർ തമ്മിലുള്ള
ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ് അതവർ നല്ല രീതിയിൽ അവർ രണ്ടുപേരും എൻജോയ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ രാഹുലിൻ്റെതായ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവളുടെ കാരണങ്ങൾ കൊണ്ടോ എന്തൊക്കെയോ കാരണം കൊണ്ട് അവർ ബ്രേക്കപ്പായി, അത്രയേ ഉള്ളൂ. ആ ഒരു വിഷയമാണ്. അല്ലാതെ ഇതെല്ലാം വെറുതെ അമ്മാതിരി വിഷയമൊന്നുമല്ല, മനസ്സിലായില്ലേ? നമ്മൾ ഒരാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു പരിധീൻ്റെ അപ്പുറം നമുക്ക് അഭിപ്രായം പറയാനോ ഇടപെടാനോ ഒരു സമൂഹത്തിനും, കേരള സമൂഹം എന്നല്ല, ഒരു വികസിതമായിട്ടുള്ള പ്രോഗ്രസീവായിട്ടുള്ള ഒരു സൊസൈറ്റിക്കും ഒരു പരിധിൻ്റെ അപ്പുറം. ഇപ്പോൾ സ്ത്രീകളെ സംരക്ഷിക്കാനും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളൊക്കെ ഇന്ത്യയിലുള്ളത് സൂപ്പറായിട്ടുള്ള സാധനങ്ങളാണ്. സ്ത്രീ പറയുന്നതാണ്, അവൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ചു, ഞാൻ തെളിയിക്കണം ഞാൻ അവളെ പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ളത്, അല്ലേ? എന്ന് പറഞ്ഞ പോലെ അയാൾ തെളിയിക്കാതിരിക്കുകയോ ആയിക്കോട്ടെ, തെളിയിച്ചിട്ട് അതിൽ വിഷയമുണ്ട് അയാളെ പുറത്താക്കാം. ഇവിടെ ഞാൻ പറയുന്നത് ജനറലായിട്ടുള്ള കാര്യങ്ങൾ, പൊതുമുതൽ നശിപ്പിക്കുന്ന നേതാക്കന്മാർ, അഴിമതിയിൽ കുടുങ്ങിക്കിടക്കുന്ന നേതാക്കന്മാർ, നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ടതായിരുന്ന ഫണ്ട് മുക്കികൾ. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഞാൻ ഇന്നലെ ഒരു വാർത്ത കേട്ടത് തലശ്ശേരിയിലുള്ള കോൺഗ്രസ്സിൽ യൂത്ത് കോൺഗ്രസ്സിൽ പൊരിഞ്ഞ അടി എന്ന് പറഞ്ഞു. എന്താ കാരണം എന്നറിയോ? നമ്മുടെ വയനാട്ടിലുണ്ടായിരുന്ന വിഷയം. ഞാൻ അതിൻ്റെ ആ ഒരു വാർത്ത തന്നെ എടുത്തിട്ട് വരാം, ഒരു മിനിറ്റ്. ഓക്കെ, കിട്ടിയിട്ടുണ്ട് സാധനം. അതായത് വയനാട് ഫണ്ട് ശേഖരണം, തലശ്ശേരിയിലും യൂത്ത് കോൺഗ്രസ്സിൽ തർക്കം, ഇതാണ് സാധനം. ഓക്കെ, ഞാൻ ആ വാർത്ത ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് വയനാട് ദുരിതബാധിതർക്ക് വീട് നിർമ്മിക്കാനായി യൂത്ത് കോൺഗ്രസ് ശേഖരിച്ച ഫണ്ടിനെ ചൊല്ലി തലശ്ശേരിയിലും തർക്കം. 4.25 ലക്ഷം രൂപ സമാഹരിച്ചിട്ട് 75,000 രൂപയെ നൽകിയുള്ളൂ എന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നത്. തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി 2.5 ലക്ഷം രൂപ സമാഹരിച്ച് നൽകാനായിരുന്നു നിർദ്ദേശം. അപ്പോൾ ഇത് വന്നപ്പോൾ കുറച്ച് കൂടിപ്പോയി. പിരിച്ച ഫണ്ട് എന്ത് ചെയ്തു എന്ന ചോദ്യം യൂത്ത് കോൺഗ്രസ് വാട്സപ്പ് ഗ്രൂപ്പിൽ ചൂടേറിയ തർക്കമായിട്ടുണ്ട്. കിറ്റ് ചലഞ്ചും സമ്മാന കൂപ്പണുമായി തലശ്ശേരി പ്രധാനമായും ധനസമാഹരണം നടത്തിയത്. സമ്മാന കൂപ്പൺ നെറുക്കെടുപ്പ് ജനങ്ങൾക്ക് നൽകാത്തതും വിവാദമായി. യൂത്ത് കോൺഗ്രസ്സുകാർ നിർബന്ധ ഫണ്ട് പിരിവ് നടത്തുന്നതിൽ കോൺഗ്രസ് അനുഭാവികളെ വ്യാപാരികളെ അടുത്തിടെ KPCCക്ക് പരാതി കൊടുത്തിരുന്നു. ഓക്കെ, അതായത് ഇതുപോലെ പാവപ്പെട്ട ദുരിതബാധിതരുടെ പേര് പറഞ്ഞിട്ട് പിരിക്കുക. അതിപ്പോൾ ഞാൻ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ വാർത്ത കേട്ടതുകൊണ്ട് അത് പറഞ്ഞത് മാത്രമല്ല, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ രാഷ്ട്രീയപരമായിട്ട് ഇതാക്കിയിട്ടൊന്നും പറയുന്നതല്ല കേട്ടോ. നമുക്കങ്ങനെ ഒരാളോടും അടിമത്വമൊന്നുമില്ല. തെറ്റ് കണ്ട കേടി നമ്മൾ പറയും, അതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോട് പിരിക്കുന്നു. പാവപ്പെട്ട ഞാൻ കൊടുക്കുന്നു, വയനാട് ഉരുൾപൊട്ടലിൻ്റെ ആൾക്കാർക്ക് വീട് വെക്കണം. ഓക്കെ, അപ്പോൾ ഞാനൊരു 10,000 റുപ്യ കൊടുത്തു, വേറൊരുത്തൊരു 5,000 റുപ്യ കൊടുത്തു. ഇങ്ങനെ ജനങ്ങൾ ഡെയിലി പണിയെടുത്തുണ്ടാക്കുന്ന പൈസ, പിരിക്കുന്ന പൈസ കട്ടുമുടിക്കുന്ന കള്ള കൈവേറയായിട്ടുള്ള നേതാക്കന്മാരെ ഏത് പാർട്ടിയിലായാലും അവന്മാരെ പറ്റിയാണ് ചർച്ച ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് പൊതുജനങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ നിർഭാഗ്യകരെന്ന് പറയട്ടെ, നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയുടെ ഒരു സാമൂഹിക അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ കിടപ്പറയിലേക്കാണ്. ടു ബി ഹോണസ്റ്റ്, തുറന്നു പറയാമെന്ന് വെച്ചാൽ സങ്കടമുണ്ട്, പക്ഷെ സംഭവം തന്നെയാണ്. അതായത് നമ്മൾ ഈ ബിഗ് ബോസിനുള്ള ഇത് നോക്കിയാൽ മതി. ഇപ്പോഴത്തെ തലമുറക്ക് നമ്മുടെ ഗ്യാങ്ങിലടക്കം, നമ്മളെ പ്രായത്തിലുള്ള ആൾക്കാരുടെ അടക്കം എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് ബിഗ് ബോസ് കാണാൻ. അടിപൊളിയാണ്. അതിൽ നൂറയുണ്ട്, മറ്റേ റനയുണ്ട്, ഇവളുണ്ട്, എന്താ അതിൻ്റെ പേര്, നമ്മളെ മരിച്ചുപോയ ഒരു നടൻ്റെ സുധിയുടെ ഭാര്യയുണ്ട്, രേണുണ്ട്, മറ്റോരുണ്ട്, മറിച്ചവരുണ്ട്. ഇവരൊക്കെ എല്ലാവരും ഇൻട്രസ്റ്റഡ് എന്താ അറിയോ? മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കാണ്. ഇത് ഒരാളെ ഞാൻ കുറ്റം പറയുന്നില്ല, ഇത് സൊസൈറ്റിയുടെ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു പ്രതിഭാസമാണ്. അത് നിങ്ങളിപ്പോൾ ചില കേൾക്കുന്ന ആളുകായിരിക്കും ഇവനെന്താ പറയുന്നത്. അതെ, അത് ഞാൻ വിശദമായിട്ട് അതിൻ്റെ എൻഡിലേക്ക് ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളത്. അതായത് ചുരുക്കി പറയാമെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം ബേസിക് കോമൺ കോസ് എന്താ അറിയോ? ഒരു സാധനമുണ്ട്, നമ്മൾ പണ്ട് മാത്സൊക്കെ ചെയ്യുമ്പോൾ കോമൺ ആയിട്ടുള്ള സാധനത്തിൻ്റെ ബ്രാക്കറ്റിൽ ഇടുമെന്ന് അറിയില്ലേ? എല്ലാത്തിലും വരുന്ന സാധനത്തിന് ബ്രാക്കറ്റിലേക്ക് ഇട്ട് വെക്കാമെന്ന് പറയില്ല. എന്ന് പറഞ്ഞ പോലെ ഈ പോലീസുകാർ അടിച്ച് കണ്ണ് കലക്കിയ കേസിലും രാഹുലിൻ്റെ കേസിലും ഞാൻ ഇനി പറയാൻ പോകുന്ന മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞൊരു വിഷയത്തിലും ഇതിലൊക്കെ ബേസിക്കായിട്ടൊരു സാധനം കിടപ്പുണ്ട്. അതിലേക്കാണ് ഞാൻ വരുന്നത്. നമ്മൾ വെറുതെ കാടടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ലല്ലോ. ആ സാധനം എന്താ അറിയോ? ആ സാധനത്തിൻ്റെ പേരാണ് ഫ്രസ്ട്രേഷൻ. നമ്മുടെ സൊസൈറ്റി ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വിപത്ത്, അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിൽ വലിയ എന്തോ സംഭവമാണെന്ന് കരുതിയിട്ട് കൈമാറിക്കൊടുക്കുന്ന ഈ മത്സര ഓട്ടം, കമ്പാരിങ് ബിറ്റ്വീൻ പീപ്പിൾ, കമ്പാരിങ് ബിറ്റ്വീൻ ചിൽഡ്രൻ, കമ്പാരിങ് ബിറ്റ്വീൻ പ്രൊഫഷൻസ്, കമ്പാരിങ് ബിറ്റ്വീൻ ലൈവ്സ്, ഫാമിലീസ്. ഈ കമ്പാരിസൺ ഉണ്ടല്ലോ, അത് നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും.
ഒന്നിനെ മറ്റൊന്നിനോട് ഉപമിക്കാൽ അത് ഉപമ എന്ന് പറയും. ഈ ഉപമ നാശമാണ്. നമുക്ക് ഉപമിക്കാം, നന്മയിലേക്ക് വേണ്ടി ഉപമിക്കാം. ഇതാ അപ്പുറത്തുള്ള ആൾ ഒരു 2 അനാഥാലയത്തിലെ 10 കുട്ടികളെടുത്ത് വളർത്തുന്നുണ്ട്, ഞാനും അതുപോലെ ചെയ്യും. അതിന് ഉപമിച്ചു. നന്മയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഉപമിക്കാം.